നമസ്കാരം. എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. മാർക്സിസവും കേരളീയ ആധുനികതയും എന്ന വളരെ ബൃഹത്തായ ഒരു പ്രമേയമാണ് ഈ ചർച്ചയ്ക്കായിട്ട് നൽകിയിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 55 മിനിറ്റ് കൊണ്ട് പറഞ്ഞെത്തിക്കാൻ കഴിയുന്ന ഒരു പ്രമേയമേ അല്ല. എങ്കിലും അതിലെ ചില പ്രധാനപ്പെട്ട തലങ്ങളെ സ്പർശിച്ചു പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊരു ചർച്ച ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ സംഘടിപ്പിക്കുന്നതിന് പുറകിലൊരു പശ്ചാത്തലമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാർക്സിസത്തിൻ്റെ മലയാള ജീവിതം കണ്ട ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായ പി ഗോവിന്ദപിള്ളയുടെ PGയുടെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് 2026 എന്നതായിരിക്കാം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത്. 1926 PG പെരുമ്പാവൂരിനടുത്ത് ജനിക്കുന്നത്. മാർച്ച് മാസത്തിലാണ്. ആ നിലയിൽ 100 വർഷമായി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് 2026. അങ്ങനെ നോക്കുകയാണെങ്കിൽ PGയുടെ ജീവിതം എന്ന് പറയുന്നത് കേരളീയ മാർക്സിസത്തിൻ്റെ, അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാർക്സിസത്തിൻ്റെ കേരളീയ ജീവിതത്തിൻ്റെ കൂടി ചരിത്രമാണ് എന്ന് ആമുഖമായിട്ടൊന്ന് സൂചിപ്പിക്കുക. അതുകൊണ്ട് PG ഓർത്തുകൊണ്ടും, ഇതൊരു PGയെ മുൻനിർത്തിയുള്ള സെഷനല്ല എങ്കിലും PG ഓർത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ആരംഭിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മാർക്സിസവും കേരളീയ ആധുനികതയും തമ്മിലുള്ള ബന്ധം ഇനി ചർച്ച ചെയ്യാനില്ലാത്ത മട്ടിൽ സുവിദിതമാണ്, നമുക്ക് പരിചിതമാണ്. മാർക്സിസം കേരളീയ ആധുനികതയെ സ്വാധീനിച്ചു എന്നൊക്കെ പറയുന്നതിനേക്കാൾ കേരളീയ ആധുനികതയെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് സാമാന്യനെ അറിയാവുന്നത്. അതിനോട് വിമർശനാത്മകമായ പല നിലപാടുകൾ പുലർത്തുമ്പോഴും കേരളീയ ആധുനികതയിൽ മാർക്സിസം ഒരു നിർണയന ശക്തിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മാർക്സിസം കേരളത്തിൽ 2-3 തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു രാഷ്ട്രീയ പദ്ധതി എന്നുള്ള നിലയിൽ മാർക്സിസത്തിനൊരു ജീവിതം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ, ഔദ്യോഗികമായ ഭരണ സംവിധാനം എന്നുള്ള നിലയിലുള്ള ഒരു ജീവിതം മാർക്സിസത്തിനുണ്ട്. ഇതല്ലാതെ ചിന്താപരമായ ഒരു ജീവിതവും മാർക്സിസത്തിന് മലയാളത്തിലുണ്ട്. ഇങ്ങനെ ഒരു 3 തലങ്ങളെങ്കിലും നമുക്ക് മാർക്സിസത്തിൻ്റെ കേരളീയ ജീവിതമായിട്ട് കാണാൻ പറ്റും. ഒരേ സമയം ഒരു രാഷ്ട്രീയ പദ്ധതിയായും അതേസമയം തന്നെ ഒരു ഭരണ സംവിധാനമായും ഒരു ചിന്താ പദ്ധതിയായും കേരളത്തിൽ മാർക്സിസം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 3 മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് കേരളീയ ആധുനികതയെ സംബന്ധിച്ചുള്ള ചില വിചാരങ്ങളിലേക്ക്, മാർക്സിസവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചില വിചാരങ്ങളിലേക്ക് നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. MA ബേബി സഖാവിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. കോമ്രേഡ്, എനിക്ക് PGയെ സംബന്ധിച്ച് സഖാവ് ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന ചോദ്യത്തിലേക്ക് അങ്ങ് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേരളീയ ആധുനികതയെ നിർണയിച്ചതിലും അതിൽ സ്വാധീനം ചെലുത്തിയതിലും മാർക്സിസത്തിൻ്റെ പങ്കിനെ എങ്ങനെയാണ് നമ്മളൊന്ന് സ്ഥാനപ്പെടുത്തുക? ചരിത്രപരമായി മാർക്സിസം കേരള ആധുനികതയെ നിർണയിച്ചതിൻ്റെ ഒരു സ്വരൂപം എന്താണ്? അതിനെ എങ്ങനെയാണ് ചരിത്രപരമായി അങ്ങ് സ്ഥാനപ്പെടുത്തുക എന്ന്? നന്ദി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോടെല്ലാം ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഇത്തരത്തിൽ ഒരു സന്ദർഭം ഉണ്ടാക്കിയതിന്, വിശേഷിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സുൽപിയുടെ ഒത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ. ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഏറ്റവും ശാസ്ത്രീയവും യുക്തിഭദ്രവും നിങ്ങൾക്കെല്ലാം കേൾക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായ വിധത്തിൽ പ്രതികരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്നത് ഡോക്ടർ സുൽപികളിടത്തിനാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല. PGയെ ഓർമ്മിക്കുമ്പോൾ ഞങ്ങളിത് പരസ്പരം പങ്കുവച്ചിട്ടുള്ള PGയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഷ്മളമായ ഓർമ്മകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു യാന്ത്രിക യുക്തിവാദിയായിട്ട് സ്കൂൾ കാലത്ത് തന്നെ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ആ സമ്മേളനം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. അവിടെ PGയെ അവരൊരു പ്രഭാഷണത്തിന് വിളിച്ചിരുന്നു. അപ്പോൾ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനെ PG അവിടെ വന്ന് പ്രസംഗിക്കുന്നത് വഴി അവർക്ക് നഷ്ടപ്പെടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതാതെയാണ് PGയെ വിളിച്ചത്. ആ ടൗൺ ഹാളിൽ PGയുടെ പ്രസംഗം കേട്ടപ്പോഴാണ് യുക്തിവാദത്തിൽ നിന്ന്, യുക്തിവാദം ഒക്കെ വേണം, ആവശ്യമുള്ള സന്ദർഭത്തിൽ യുക്തിവാദം വേണം, യുക്തിബോധം എപ്പോഴും വേണം, യുക്തിവാദം ആവശ്യമുള്ളിടത്ത് വേണം. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം. ശാസ്ത്രീയമായ മറ്റൊരു പ്രപഞ്ച വീക്ഷണമുണ്ട്. അത് ശാസ്ത്രീയമായ പ്രപഞ്ച വീക്ഷണമായിരിക്കുന്നത് ശാസ്ത്രീയമായ പ്രപഞ്ച വീക്ഷണത്തിൻ്റെ സർവ്വകാര്യങ്ങളും മാർക്സും എംഗൽസും ലെനിനും കൂടി ചേർന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല,
അത് നിരന്തരം അന്വേഷിച്ച് നിരന്തരം വികസിപ്പിക്കേണ്ട ഒരു ശാസ്ത്ര പദ്ധതിയും പ്രയോഗവുമാണ് മാർക്സിസം. അത് പി ജിയുടെ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു പ്രവർത്തകനായി ഞാൻ മാറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചോദനം അന്നത്തെ പി ജിയുടെ പ്രഭാഷണമാണ് എന്നുള്ളത്. പിന്നെ പി ജിയുടെ സംഭാവനകൾ വളരെ പ്രസിദ്ധമാണ്. പി ജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പലർക്കും പി ജിയെ അടുത്തറിയുന്നവർക്കൊക്കെ ഉള്ളൊരു പരാതി, പി ജി വായിച്ചും അനുഭവിച്ചും ആർജിച്ച സൈദ്ധാന്തികമായ ധാരണകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്ന വിചാരപ്രപഞ്ചവും അതെല്ലാം പുസ്തകങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ നിത്യനിദാന തിരക്കുകൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. ക്ലാസ്സുകൾ എടുക്കാൻ എല്ലായിടത്തും വിളിക്കും, പ്രസംഗിക്കാൻ വിളിക്കും, പത്രത്തിൽ ദിവസേന മുഖപ്രസംഗം ഇറങ്ങണം. മുഖപ്രസംഗത്തിനകത്ത് വലിയ സൈദ്ധാന്തിക സംഭാവനകളുടെ സാധ്യത പരിമിതമാണ്. അതല്ല, അദ്ദേഹം അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഇന്നിങ്സിൽ സായാഹ്ന കാലത്ത് വൈജ്ഞാനിക വിപ്ലവം ഒരു സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്ന കൃതികളടക്കം കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രം ഉൾപ്പെടെ അദ്ദേഹം എഴുതി. കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വിലപ്പെട്ട സംഭാവന നൽകാൻ കഴിയുമായിരുന്നു. അതല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇത്തരം സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അദ്ദേഹത്തെ പാർട്ടിയും സാഹചര്യങ്ങളും അനുവദിച്ചിരുന്നുവെങ്കിൽ. പിന്നെ പലരും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, EMSൻ്റെ സമ്പൂർണ്ണ കൃതികൾക്ക് അദ്ദേഹം എഴുതിയ അവതാരികകൾ, യഥാർത്ഥത്തിൽ അതിശേഖരിച്ചൊരു പുസ്തകം. എന്തായാലും പി ജിയുടെ ഇപ്പം ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് പി ജിയുടെ സമാഹൃത കൃതികൾ വരാൻ പോകുന്നു. പി ജി നൽകിയ സംഭാവനകളുടെ ഗരിമ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ. അതാണ് പി ജിയെ അനുസ്മരിച്ചുകൊണ്ട് പി ജിക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പറയാനുള്ളത്. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ആധുനികതയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇത്രയും പറഞ്ഞ് ഞാൻ സുനിലിനെ കൈമാറുന്നതായിരുന്നു ഉചിതം. ഈ വിഷയം ഇത്തരത്തിലാണ് ഇതിൻ്റെ ശീർഷകം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആലോചിക്കുകയായിരുന്നു, കേരളത്തിലേക്ക് മാർക്സിൻ്റെയും ഒക്കെ ആശയങ്ങൾ കടന്നു വന്നതിൻ്റെ ചരിത്രമുണ്ട്. സാധാരണത്തിൽ ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയുമ്പോൾ ആ ചരിത്രത്തിലേക്ക് പോകാം. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാമെന്ന് തോന്നുന്നു. സ്വദേശാഭിമാനിയുടെ 1912 ചെറു ജീവചരിത്രം, അത് കൗതുകരമായിട്ടുള്ളത്. അതിലെ ഭാഷയാണ് 1864 രൂപവൽക്കരിക്കപ്പെട്ട ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന് വേലക്കാരുടെ കൂട്ടായ്മയെന്നോ അങ്ങനെ ഒരു വേലക്കാരുടെ സംഘടന, അങ്ങനെ ഒരു പരിഭാഷയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഭഗവാൻ കാൾ മാർക്സ് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള സി കേശവൻ്റെ പ്രയോഗമാണെന്ന് തോന്നുന്നു. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ മാർക്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സാഹിത്യത്തിൽ യഥാർത്ഥത്തിൽ വലിയ വീരനായകന്മാർ, രാജാക്കന്മാർ, ചരിത്ര പുരുഷന്മാർ, ഇപ്പോൾ CVയുടെ തന്നെ പ്രൗഢമായ നോവലുകളിലെല്ലാം രാജാക്കന്മാരുടെ ചരിത്രമാണല്ലോ മുഖ്യമായിട്ടും അദ്ദേഹം എഴുതിയത്, പ്രേമാമൃതം ഒഴികെ. അവിടെ നിന്നും കുറ്റവാളികളെ, തോട്ടിയെ, തെരുവേശിയെ സാഹിത്യത്തിൻ്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്നതിൽ കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക പ്രവർത്തനം വഹിച്ചിട്ടുള്ള പങ്കുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് എൻ്റെ പരിമിതമായ വായനയ്ക്കിടയ്ക്ക് ഇപ്പം ചങ്ങമ്പുഴയെ പോലുള്ള ഒരാൾ, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം എന്ന് തന്നെ ഇപ്പം ഉലകത്തിൽ മറ്റും കൊണ്ട് ഇവിടുത്തെ പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ, ഫലമെന്തെന്നിട്ടും ഉലകിൽ മറ്റും കൊണ്ട് ഇതുപോലെ ഉൾക്കട ദുരിതങ്ങൾ, ഇത് സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം കവിതയിലൂടെ ചങ്ങമ്പുഴയെ പോലുള്ളവർ അവതരിപ്പിച്ചതിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഉണ്ടാവും. ഇത് മാത്രമല്ല, ആ പ്രസംഗം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർ സാഹിത്യത്തിൽ ഇടപെടുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള വലിയ സംവാദം നടക്കുമ്പോൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ചങ്ങമ്പുഴയുടെ പ്രസംഗം, കമ്മ്യൂണിസ്റ്റുകാർ സാഹിത്യത്തിൽ ഇടപെട്ടാൽ എന്താ കുഴപ്പം, ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രസംഗം ചങ്ങമ്പുഴയെ പോലുള്ളവർ നടത്തുക. എന്നാൽ സ്റ്റാലിൻ്റെ മീശതാൻ മീശ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചും ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. നിങ്ങൾ ചിലരിപ്പോൾ അത് ആലോചിച്ചിട്ടുണ്ടാകും എന്നും കൂടെ കരുതിയിട്ടാണ് ഞാനത് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നു കേരളം മാർക്സത്തിൻ്റെ പ്രയോഗത്തിനും സിദ്ധാന്തത്തിനും നൽകിയ പ്രധാനപ്പെട്ട ഒരു സംഭാവന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി
കേരളത്തിലെ പാർട്ടി ഘടകവും അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന AKG യും EMS പോലുള്ള ജനനായകർ, പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ളൊരു പേര് AKG നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലൂടെയും അതിൻ്റെ പ്രയോഗത്തിലൂടെയുമാണ്. EMS സംഭാവനയിലേക്ക് വരുമ്പോൾ ഞാൻ ചുരുക്കി പറയാം, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ച ആശയം ലോകത്താകെ ഒരു മാറ്റമുണ്ടാവണം. ആ ലോകത്താകെ ഉണ്ടാകുന്ന സാമ്പത്തിക സാമൂഹ്യ പരിവർത്തനം, അടിസ്ഥാനപരമായ പരിവർത്തനത്തിന് യൂറോപ്പ് നേതൃത്വം കൊടുക്കും. യൂറോപ്പ് വിപ്ലവത്തിൻ്റെ പടിവാതിൽക്കലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത്. അത് പാരീസ് കമ്മ്യൂൺ 1871 നടന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് അടിച്ചമർത്തപ്പെട്ടു. റഷ്യയിൽ താരതമ്യേന പിന്നോക്ക റഷ്യയിൽ നടന്നു. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോഴും റഷ്യയിൽ എൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം നടക്കുമ്പോഴും അന്നത്തെ സൈദ്ധാന്തിക ധാരണ എന്താണ്? യൂറോപ്പിലാകെ നടക്കേണ്ട വിപ്ലവത്തിൻ്റെ ഒരു തുടക്കം എവിടെയാണ്? ഇനി ജർമ്മനിയിലും ബാക്കി എല്ലായിടത്തും നടക്കണം. റഷ്യയിൽ മാത്രമായിട്ട് ഈ വിപ്ലവം നിലനിൽക്കില്ല. ഇപ്പോൾ അത് തകർന്നപ്പോൾ വേണമെങ്കിൽ ആ ചിന്ത ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടില്ലേ ചരിത്രം എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ റഷ്യയിൽ മുതലാളിത്തത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ സാധ്യമാണ് എന്ന് 70 വർഷക്കാലം തെളിയിച്ചു. ആ നേട്ടങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം നേട്ടമുണ്ടായി. അപ്പം അത് അവിടെ അതിനുള്ള ശ്രമം ലെനിൻ നടത്തുമ്പോൾ ലെനിൻ മുന്നോട്ട് വെച്ച ആധുനിക കാലത്തെ സാമൂഹ്യ അതാണ് ആധുനികത എന്നുള്ള തരത്തിൽ നമ്മൾ അത് റഷ്യയിൽ എങ്ങനെ വന്നു, ഇന്ത്യയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ലെനിൻ മുന്നോട്ട് വെച്ച ഒരു ആശയം ഇവിടെ റഫീഖ് പറഞ്ഞു. ഇവിടെ ഇതെങ്ങനെ പ്രയോഗത്തിൽ വന്നു? ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ, സംഭാവന നൽകിയിട്ടുണ്ടോ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും? ലെനിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ആശയമുണ്ട്. റഷ്യയിൽ സാമ്പത്തിക സാമൂഹ്യ പരിവർത്തനം അല്ലെങ്കിൽ വിപ്ലവം നടക്കേണ്ടത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന പോലല്ല. ഇത് ലെനിൻ്റെ കളക്ടർ വർക്സിൻ്റെ 4ാം സഞ്ചികയിൽ 211, 212 പേജുകളിലുണ്ട്. ഞാൻ പലതവണ വായിച്ചത് കാണാപ്പാടമായിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പം അതിൽ ഓരോ രാജ്യത്തും ഓരോ വിധത്തിലാണ് ഇത് സാധിക്കുക, മാറ്റം. അങ്ങനെ ഒരു ആശയം ലെനിൻ മുന്നോട്ട് വെക്കുമ്പോഴും ഒരു രാജ്യത്ത് മാറ്റം ഉണ്ടാവണമെന്നാണ്. ഒരു രാജ്യത്താകെ മാറ്റം ഉണ്ടാവണം. ഫാസ്റ്റ് ഫോർവേഡ് ഞാൻ കേരളത്തിലേക്ക് വരികയാണ്. കേരളം കാണിച്ചത് 57-ൽ കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രന്മാരും കൂടെ ചേർന്ന് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി. അതൊരു സൈദ്ധാന്തികവും പ്രായോഗികവുമായ ചോദ്യമാണ്. സൈദ്ധാന്തികമായ പിടിവാശി, കോട്ട് ആൻഡ് കോട്ട് പിടിവാശിയിൽ നിന്നിട്ട് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇന്ത്യയിൽ പൊതുവിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ, ഭരണപരമായ അധികാരമൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനത്തിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ഞങ്ങൾ ചുമതലയേറ്റെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ധൈര്യമായിട്ട് പറയാം എത്ര ആഭാസകരമാകുമായിരുന്നു എന്ന് വേണമെങ്കിൽ. അന്ന് EMS നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച സൈദ്ധാന്തികവും പ്രായോഗികവുമായ ഒരു പ്രശ്നം, എങ്ങനെ ഒരു മുതലാളിത്ത സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അധികം അധികാരമില്ലാതെ, അധികം സാമ്പത്തിക ശേഷിയില്ലാതെ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികൾക്ക് ശ്രമിക്കാം, ബദലിന് ശ്രമിക്കാം. സാഹസികമാണത്, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ വളരെ കൂടുതൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വലിയൊരു വെല്ലുവിളിയാണ്. രാജ്യത്ത് മൊത്തം മുതലാളിത്ത വ്യവസ്ഥയും അതിൻ്റെ ഘടനയും നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായ കേരളം, ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്, ഇന്ത്യൻ പോലീസ് സർവീസാണ്. ആ ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യത കേരളത്തിലെ ഭരണ സംവിധാനത്തോടല്ല. ഈ ചോദ്യത്തിന് പ്രായോഗികവും സൈദ്ധാന്തികവുമായ മറുപടി നൽകാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സാഹസികമായ റിസ്കി ആയിട്ടുള്ള ഉത്തരവാദിത്വം, അത് ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തെ മാർക്സിസ്റ്റ് സൈദ്ധാന്തിക ജ്ഞാനശേഖരത്തിനും പ്രായോഗിക അനുഭവ സമ്പത്തിനും നൽകിയ ഒരു സംഭാവനയാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ കേരളീയ ആധുനികതയുടെ അസ്ഥിവാരം രൂപീകരിച്ചതിൽ മാർക്സിസത്തിന് പങ്കുണ്ടല്ല, മാർക്സിസം കൂടി ചേർന്നാണ് എന്നൊരു ഇതിലാണ് സഖാവ് പറഞ്ഞു നിർത്തിയത്.
അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കേരള ആധുനികതയുടെ ഏറ്റവും വലിയ സവിശേഷതകളൊന്ന് അത് ജാതി വിമർശനത്തെ വലിയ അളവിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഇതര സമൂഹങ്ങളിലെ നവോത്ഥാനവും ആധുനികതയിൽ നിന്നും ഭിന്നമായി. ഇപ്പൊ തിരിഞ്ഞു നോക്കും, ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് മാർക്സിസത്തിനെതിരെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, മാർക്സിസ്റ്റ് വിചാര രീതിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാന വിമർശനങ്ങളിലൊന്ന് ജാതിയെ അഡ്രസ്സ് ചെയ്യാനോ ജാതിയെ മനസ്സിലാക്കാനോ മാർക്സിസത്തിനോ ക്ലാസ് എന്ന സംവർഗത്തെ മുൻനിർത്തിയുള്ള വിചാരത്തിനോ ഡയലക്റ്റിക്സിനോ കഴിയില്ല എന്നും ഇത് വേറെ നിലയിലുള്ള ഒരു സാമൂഹ്യ സംവിധാനമാണ് എന്നും അതിന് മാർക്സിസം പര്യാപ്തമല്ല എന്നുള്ള കടുത്ത വിമർശനം കുറച്ചു കാലങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആധുനികതയിൽ ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ മാർക്സിസത്തിന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ, മാർക്സിസത്തിന് ജാതിയെ അഡ്രസ്സ് ചെയ്യാനേ കഴിയില്ല എന്ന വാദത്തിന് എന്തെങ്കിലും സാധുത ഉണ്ടോ? പക്ഷെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വളരെ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ജാതി എന്നത്. കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ആകമാനം പ്രാധാന്യമുള്ള ഒരു പ്രമേയമാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുക. ഒന്ന്, മധ്യകാല കേരളത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന സമയത്ത് കേരള ചരിത്ര ചർച്ചയിൽ EMS ഒരു സവിശേഷമായ സങ്കല്പനം മുമ്പോട്ട് വച്ചിട്ടുണ്ട്. അത് ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന് പറയുന്ന ആശയമാണ്. അതായത് മധ്യകാല കേരളത്തിൻ്റെ അധികാര ഘടനയെക്കുറിച്ച് പറയുമ്പോൾ EMS വിശദീകരിക്കാൻ ശ്രമിച്ചൊരു കാര്യം, സാമൂഹികമായി ജാതിയും സാമ്പത്തികമായി ജന്മിവാഴ്ചയും ഭരണപരമായി നാടുവാഴിത്വവും കൈകോർത്ത് നിൽക്കുന്ന ഒരു സംയുക്തമായിട്ടാണ് ഇവിടെ മധ്യകാല കേരളത്തിലെ അധികാരഘടന നിലനിന്നത്. അതല്ലാതെ ഇതിലേതെങ്കിലും ഒരു ഘടകം, ജന്മിത്വം മാത്രമായിട്ട് നിലനിൽക്കുക, നാടുവാഴി അധികാരം മാത്രമായിട്ട് നിലനിൽക്കുക, ജാതി മാത്രമായി നിലനിൽക്കുക എന്ന നിലയ്ക്കല്ല. വാസ്തവത്തിൽ ഇന്ത്യയിലുടനീളം ജാതി പ്രവർത്തിച്ചത് അത് ഒരു ഭാഗത്ത് വർണ്ണധർമ്മത്തിൻ്റെയും ബ്രാഹ്മണ മൂല്യങ്ങളുടെയും സാമൂഹ്യ പ്രത്യയശാസ്ത്രം എന്ന നിലയ്ക്കാണെങ്കിൽ, മറ്റൊരു ഭാഗത്ത് സംശയരഹിതമായും സാമ്പത്തിക ചൂഷണത്തിൻ്റെയും വിഭവാധികാരം കൈയടക്കലിൻ്റെയും ഒരു തന്ത്രം എന്ന നിലയ്ക്കും കൂടിയാണ്. അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ, ഈ രണ്ട് തലങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ ജാതി എന്ന ഘടകത്തെ നേരിടാൻ പറ്റില്ല. പക്ഷെ ജാതി കേവല ജാതിയാണ് എന്ന് കരുതുന്നതും ശരിയല്ല. ജാതി വർഗപരമായ ഉള്ളടക്കമൊന്നുമില്ലാത്ത, ജാതി സാമ്പത്തികമോ ഇതരമോ ആയ ഘടകങ്ങളൊന്നുമില്ലാത്ത കേവലമായൊരു സാമൂഹ്യ പ്രത്യയശാസ്ത്രമാണ്. അത് മറ്റെല്ലാറ്റിനെയും അതിവർത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന ഒരു അതിഭൗതിക മൂല്യം ജാതിക്ക് കൊടുക്കുന്നത് ശരിയല്ല. അത് വേറെ തരത്തിലുള്ള മെറ്റാഫിസിക്സാണ്. ജാതിയെ ചരിത്രത്തിന് പുറത്തൊരു കേവല സങ്കല്പമായിട്ട് വെക്കല, അങ്ങനെയല്ല. എനിക്കതിലേറ്റവും ഭദ്രമായി തോന്നിയ വിശദീകരണം കൊസാംബിയുടേതാണ്. കൊസാംബി ജാതിയെക്കുറിച്ച് ഇൻഡോ സോവിയറ്റ് ജേണലിൽ പണ്ട് എഴുതിയ ഒരു ലേഖനത്തിൽ അതിമനോഹരമായി, വളരെ മെറ്റിക്കുലസ് ആയിട്ട് കൊസാംബി പറയുന്ന ആശയം ഇതാണ്: ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ചമൂല്യം കവർന്നെടുക്കാൻ സഹായിക്കുന്ന സാമൂഹിക പ്രത്യയശാസ്ത്രത്തിൻ്റെ മതാത്മക രൂപമാണ് ജാതി. 4 ഘടകങ്ങളാണ്. ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗം, മിച്ചമൂല്യത്തിൻ്റെ കവർന്നെടുക്കൽ, സോഷ്യൽ ഐഡിയോളജി, മതം. ഇത് 4ഉം കൂടി ചേർന്ന ഒരു എന്താ പറയുക, ഗ്രാംഷിയൊക്കെ പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനമായിട്ടാണ് ജാതി പ്രവർത്തിക്കുന്നത്. ഞാൻ കരുതുന്നത് ഈ 4 ഘടകങ്ങളും ജാതിയിലുണ്ട്. അതിൽ മിച്ചമൂല്യം കവർന്നെടുക്കലുണ്ട്, ഒരു സംശയവും വേണ്ട. അതല്ലാതെ സാമ്പത്തിക ചൂഷണമൊന്നുമില്ലാത്ത ഏതോ സാമൂഹ്യ യന്ത്രം മാത്രമായിട്ടാണ് ജാതി നിൽക്കുന്നതെന്ന് കരുതുന്നത് ജാതിയെ മനസ്സിലാക്കുകയാണെന്നാണ് എൻ്റെ ബോധ്യം. അതേസമയം തന്നെ ജാതി മതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മതത്തിൻ്റെ പ്രത്യയശാസ്ത്ര തലമുണ്ട്, സോഷ്യൽ ഐഡിയോളജി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെ 3നെയും കൂട്ടിയിണക്കുന്ന ഒരു പ്രതിരോധ പദ്ധതി എത്രത്തോളം വികസിപ്പിക്കാൻ കഴിയുമെന്നതാണ് ജാതി വിമർശനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതിലെനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ജാതിയുടെ വർഗപരം എന്ന് നമ്മൾ സാധാരണ നിലയിൽ മനസ്സിലാക്കുന്ന അതിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, വർഗാനുഭവവും വർഗാവബോധവും തമ്മിലുള്ള ബന്ധത്തെ മാർക്സ് തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. ചാക്കിൽ കെട്ടിയ ഉരുളക്കിഴങ്ങും ആണോ തൊഴിലാളി? അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു മെറ്റഫറ. ചാക്കിൽ ഉരുളക്കിഴങ്ങ് കെട്ടിവെച്ചാൽ കെട്ടഴിച്ചാൽ ചെതറിപ്പോവും.
അതുപോലെ വർഗാവബോധമില്ലാത്ത തൊഴിലാളി അനുഭവപരമായി തൊഴിലാളിയാണെങ്കിലും അവബോധപരമായി തൊഴിലാളിയാവില്ല. ക്ലാസ് എക്സ്പീരിയൻസിൽ നിന്ന് ക്ലാസ് കോൺഷ്യസ്നെസ്സിലേക്ക് ഇ.പി. തോംസൺ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ക്ലാസ് കോൺഷ്യസ്നെസ് അസാധ്യമാക്കുന്ന മട്ടിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ജാതി. അതാണ് അംബേദ്കർ പറയുന്ന ഒരു കാര്യം. അതായത് ജാതി തൊഴിൽ വിഭജനം മാത്രമാണെന്ന് പറഞ്ഞാൽ തീരൂല, തൊഴിലാളികളെയും വിഭജിക്കുന്നു. തൊഴിലാളികളെ കൂട്ടിച്ചേർന്ന് നിൽക്കാൻ, തൊഴിലാളി എന്ന ഒരു പൊതു സ്വത്വത്തിലേക്ക് തൊഴിലാളികളെ ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത മട്ടിൽ ജാതി ഒരു വിഭജന ഘടകമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ജാതിയുടെ പ്രത്യയശാസ്ത്ര തലവും അതിൻ്റെ ചൂഷണപരമായ വർഗപരമായ ഉള്ളടക്കവും അതിൻ്റെ സാമൂഹ്യ പ്രവർത്തനവും കൂട്ടിയിണക്കുന്ന ഒരു പ്രതിരോധ കാര്യപരിപാടി വികസിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മാർക്സിസത്തിന് ഇത് മനസ്സിലാവാത്ത എന്തോ ഒരു കാര്യമാണ് എന്ന മട്ടിൽ ഈ വിഷയം അവതരിപ്പിക്കുന്ന ആളുകൾ ദയവായി കൊസാംബി എഴുതിയിട്ടുള്ള ആ പഠനമൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതല്ലാതെ ഇത് ആരും മനസ്സിലാക്കാത്ത ഒരു സംഗതിയാണ്. മാർക്സിസ്റ്റുകൾക്ക് ഈ ആശയമേ മനസ്സിലാവില്ല എന്ന് ഞാൻ ഒരു 2 നിരീക്ഷണം പറയാം കേട്ടോ. ഇപ്പൊ ജാതിക്ക് സമാനമായി ഉണ്ടായ ഒരു പ്രശ്നമാണല്ലോ ഈ വർണ്ണവിദ്വേഷം അമേരിക്കയിലൊക്കെ ഉണ്ടായ. അമേരിക്കയിൽ വർണ്ണവിദ്വേഷത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് മാർക്സ് എഴുതിയ ഒരു വാക്യം, കറുത്ത തൊലിയിലെ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിയിൽ അധ്വാനം വിമോചിതമാകില്ല. എബ്രഹാം ലിങ്കൺ അയക്കുന്ന കത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നേടിയ ആഭ്യന്തര യുദ്ധത്തിലെ വിജയം ലോക തൊഴിലാളി വർഗത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലളിതമായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വർണ്ണബന്ധവും വർഗബന്ധവും തമ്മിലും, ഇവിടെയാണെങ്കിൽ ജാതിയും വർഗബന്ധവും തമ്മിലുമൊക്കെയുള്ള അന്യോന്യമുള്ള കൊടുക്കൽ വാങ്ങലുകളെയാണ്. ഇതിലേതെങ്കിലും ഒരു ഘടകത്തെ മാത്രം എടുത്തിട്ട് അത് മാത്രമേ പരിഗണനീയമായിട്ടുള്ളൂ എന്ന് പറയുന്നത് അതിഭൗതികതയാണ്. അത് മാർക്സിസത്തിന് വകവയ്ക്കാൻ പറ്റില്ല. കാരണം മാർക്സിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മൂർത്ത സാഹചര്യങ്ങളുടെ മൂർത്ത വിശകലനം. ലെനിൻ്റെ ഡെഫിനിഷൻ അതാണ്. ആ മൂർത്ത സാഹചര്യത്തിൽ സാമ്പത്തിക ചൂഷണമുണ്ട്, പ്രത്യയശാസ്ത്ര തലമുണ്ട്, സാമൂഹ്യ ഘടനയുമുണ്ട്. ഇതിനെ മുഴുവൻ ചേർത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രതിരോധ പരിപാടി ആണ് വാസ്തവത്തിൽ അതിനെ സംബന്ധിച്ച് വേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെയും പിന്നാലെ വന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും തുടർച്ചയിൽ പ്രത്യക്ഷ ജാതി മർദ്ദനമെങ്കിലും കേരളത്തിൽ നിന്നൊട്ടൊക്കെ പിൻവാങ്ങിക്കഴിഞ്ഞു. കേരളത്തെക്കാൾ ബലിഷ്ഠമായ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുള്ള 2 സംസ്ഥാനങ്ങൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഒന്ന് മഹാരാഷ്ട്രയാണ്, ഒന്ന് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ വഴി നടക്കാൻ വേണ്ടിയിട്ട് മതിൽ വിളിക്കുന്ന സമരം ഇപ്പോഴും നടക്കുക. മതിൽ വിളിക്കാൻ അതൊക്കെ നിന്ന് വിളിക്കുന്നവർ നടന്നുകൂടാന്ന് പറഞ്ഞ് മതിൽ കെട്ടിയിട്ട് മതിൽ വിളിക്കാൻ CPM-ൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും സമരം നടക്കുക. പ്രകാശകരായിട്ട് ഒരു മതിൽ വിളിച്ചതാ. ഓരോ സെക്രട്ടറിമാർക്കും ഓരോ മതിലുണ്ടാവും വിളിക്കാൻ. സേവന് ഒരു മതിലുണ്ടാവും. കാരണം ഇപ്പോഴും മതിലുണ്ട്. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിക്കുന്നത്? അംബേദ്കർ ജനിച്ച നാടാ, മഹാത്മാ ഫൂലെ ജനിച്ച നാടാ, ദളിത് പാന്തർ മൂവ്മെന്റ് ഉണ്ടായ നാടാ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഖൈർലാൻജി കൊലപാതകം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം. 5 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്ന കർഷകനെ അയാൾ ദളിതനാന്നുള്ളതിൻ്റെ പേരിൽ വെട്ടിക്കൊല്ലാനായിട്ട് അവിടുത്തെ ജന്മിമാർക്ക് കഴിഞ്ഞു, ഭൂപ്രഭുക്കൾക്ക് കഴിഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാതിയെ മനസ്സിലാക്കിയതിൽ പരിമിതികളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ജാതിയുടെ സാമ്പത്തിക അടിസ്ഥാനമായ ഭൂപ്രഭുത്വത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ കേരളം നേടിയ വിജയം, കേരളത്തിൻ്റെ സാമൂഹ്യ ജനാധിപത്യത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. അത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് മറച്ചു വെച്ച് ജാതി മർദ്ദനത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ചരിത്രത്തിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യമായിട്ട് അതിനൊരു ബന്ധവുമില്ല. കേരളം നേടിയ വളർച്ചയ്ക്ക് പരിമിതികളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ജാതിയെ മനസ്സിലാക്കിയതിലോ ഇടപെട്ടതിലോ പരിമിതിയുണ്ട്. പക്ഷേ പരിമിതികൾക്കുള്ളിലും ഭൂപ്രഭുത്വത്തിനെതിരായ സമരം പൂർത്തീകരിക്കാതെ നിങ്ങൾക്ക് ജാതിയെ മാത്രം ഒറ്റയ്ക്കെടുത്ത് തോൽപ്പിക്കാന്നുള്ളത് സെമിനാർ പേപ്പറിൽ നടക്കുന്നല്ലാതെ വഴിയിലൊന്നും നടക്കൂല കേട്ടോ. റോട്ടിൽ നടക്കണമെങ്കിൽ ഇതിനെയും കൂടി അടയണം. അത് ഇടഞ്ഞൊരു ചരിത്രം കേരളത്തിൽ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യപരിപാടി ജാതിയുടെ പ്രത്യയശാസ്ത്രപരമായ അതിവർത്തന ശേഷിയെ വേണ്ട പോലെ കണ്ടോ? ഇപ്പം അംബേദ്കറും ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നത് മോഡേണൈസേഷൻ വന്നാൽ ജാതി പോകുന്നതാണ്. അതുകൊണ്ട് വ്യവസായം വന്നാൽ, നഗരവൽക്കരണം വന്നാൽ, വിദ്യാഭ്യാസം വന്നാൽ ജാതി പോകും എന്ന് അംബേദ്കർ കരുതിയിരുന്നു. അത് പോവില്ല എന്ന് മനസ്സിലായിട്ടാണ് ഒരു കൗണ്ടർ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അംബേദ്കർ അവസാനം ബുദ്ധമതത്തിലേക്ക് പോയത്. അതായത് ജാതിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വേരുപിടിച്ച ഒരു മൂല്യവ്യവസ്ഥയും മതപ്രത്യയ ശാസ്ത്രവുമാണ് ജാതി. ഇതിനെ നിങ്ങൾക്ക് മോഡേൺ റാഷണാലിറ്റി കൊണ്ട് മാത്രം നേരിടാൻ പറ്റുമോ?
പറ്റുമെന്ന് കരുതിയ ഒരു ഘട്ടം അംബേദ്കർക്കുണ്ട്. അത് പര്യാപ്തമാവില്ല എന്ന് തോന്നുമ്പോഴാണ് നവയാനം എന്ന പേരിൽ ബുദ്ധമതത്തെ പുനഃസംഘടിപ്പിച്ച് മൈത്രി എന്ന ആശയത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയ്ക്കെതിരെ ജാതിവിരുദ്ധതയുടെ മറ്റൊരു സാംസ്കാരിക ബദൽ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്താൻ അംബേദ്കർ ശ്രമിക്കുന്നത്. സമാനമായ അത്തരം ശ്രമങ്ങൾ നടത്തി ഒരു സമാന്തരമായ, അതായത് ഒരു സാംസ്കാരിക മൂലധനത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് ആധുനികതയുടെ യുക്തി മാത്രം മതിയാകുമോ എന്ന വലിയ ചോദ്യം വാസ്തവത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസത്തിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അത് ഈ പറയുന്ന യുക്തിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും പുരോഗതിയുടെയും ഒക്കെ ഒരു ആശയമണ്ഡലത്തിൽ ആണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെട്ടത്. കേരളത്തിൽ അല്ലാത്തൊരു പ്രവർത്തനം നടന്നു, അതിൻ്റെ പേരാണ് നാരായണഗുരു. ആ ബലം കൂടി വാസ്തവത്തിൽ നമ്മുടെ ആധുനികതയുടെ അടിപ്പടവിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ജാതി പ്രത്യയശാസ്ത്രത്തെ, അതിൻ്റെ സൂക്ഷ്മ പ്രവർത്തനത്തെ, മൈക്രോ ഡൈനാമിക്സിനെ അഭിസംബോധന ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ള വാദം അംഗീകരിക്കാം. പക്ഷേ ഇത് മനസ്സിലായിട്ടേ ഇല്ല, ഞങ്ങൾക്കാണ് അവസാന കാലത്ത് ഇത് മനസ്സിലായത് എന്നുള്ള മട്ടിൽ സംസാരിച്ചു തുടങ്ങുന്നത് അതത്ര ചരിത്രപരമല്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ തന്നെ ഒന്ന് രണ്ട് ഇപ്പം ജാതിയെ സംബന്ധിച്ച് ആലോചിച്ചല്ലോ. ഇപ്പോൾ ലിംഗനീതി, പാരിസ്ഥിതികത, ഇങ്ങനെയുള്ള സാമൂഹ്യ വിമർശനാത്മകമായ പുതിയ കാഴ്ചകൾ കേരളത്തിലുടനീളം ഉണ്ട്. മാർക്സിസ്റ്റുകൾ അത് പറയുന്നുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് സംഘാടനത്തിലേക്ക്, രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഇത്തരം സാമൂഹ്യ വിമർശന സിദ്ധാന്തങ്ങളെ വേണ്ടത്ര കൂട്ടിയിണക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു വിമർശനാത്മക ചോദ്യം ഉന്നയിച്ചാൽ സഖാവ് എത്രത്തോളം അതിൽ പ്രതികരിക്കും? ഇപ്പം ലിംഗനീതി ആവട്ടെ, പാരിസ്ഥിതിക സംബന്ധിച്ചുള്ള ആശയങ്ങളാവട്ടെ, നമ്മുടെ രാഷ്ട്രീയ ഘടനയിലേക്ക് വന്നിട്ടുണ്ടോ? അത്തരമൊരു വിമർശനം നടത്തുന്നതിന് യാതൊരു ന്യായവുമില്ല എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ആ രംഗത്തുള്ള അപര്യാപ്തതകളുടെ കാരണം നാം ജീവിക്കുന്ന ലോകം പുരുഷൻ്റെ ലോകമാണ്. പുരുഷാധിപത്യത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിൻ്റെ പരിപൂർണമായ നാശത്തിൻ്റെ മേലല്ല ഇന്ത്യയിൽ മുതലാളിത്തം, ആധുനികത വളർന്നു വന്നത്. ഫ്യൂഡലിസവുമായിട്ട് സന്ധി ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കാണാൻ കഴിയും. ആൺകുട്ടിക്ക് ആൺകുട്ടിയുടെ പേരുണ്ട്, പെൺകുട്ടിയായാൽ ആദ്യം അച്ഛൻ്റെ പേര് വേണം, കല്യാണം കഴിക്കുമ്പം ഭർത്താവിൻ്റെ പേര് വേണം. എത്ര മ്ലേച്ഛമായൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിൽ പോലും നമുക്കിത് മ്ലേച്ഛമാണെന്ന് തോന്നുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള സാമാന്യ യുക്തിക്ക് മുമ്പിൽ നിലനിൽക്കാൻ കഴിയാത്ത അബദ്ധങ്ങളും അസംബന്ധങ്ങളും ലോകത്തിപ്പോൾ ആധിപത്യം പുലർത്തുകയാണ്. പക്ഷെ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ തുല്യതയെക്കുറിച്ചും എല്ലാം പറയും. പലപ്പോഴും നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ പറഞ്ഞതിനൊന്നും ഏറ്റിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇത് പകർത്താറില്ല എന്നുള്ളതും ശരിയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ആധിപത്യം ചെലുത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനെ ചെറുക്കാൻ സൈദ്ധാന്തികമായും പ്രായോഗികമായും ബാധ്യതപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പോലും ഇതിനെ വേണ്ടത്ര തോതിൽ ചെറുക്കാൻ, വേണ്ടത്ര വിജയകരമായി ചെറുക്കാൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് എന്നുള്ളൊരു കുറ്റസമ്മതം ഒഴിവാക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ചരിത്രത്തിൽ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി ഏറ്റവും സൂക്ഷ്മമായ ഉൾക്കാഴ്ചയോടുകൂടി വാദിച്ചിട്ടുള്ളത് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന്മാരാണ്. മാർക്സും എംഗൽസും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രമാത്രമാണ് എന്നതിൽ നിന്നും ഒരു സമൂഹം എത്രമാത്രം ജനാധിപത്യപരമാണ് എന്ന് നമുക്ക് അളന്നെടുക്കാൻ കഴിയും. ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യ വളർച്ചയുടെ അളവുകോലാണ് ആ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും തുല്യതയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഭിമാനപൂർവ്വം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് പറയാൻ കഴിയുന്നത്, ഈ പുരുഷാധിപത്യപരമായ പ്രവണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവഗണിക്കാൻ കഴിയാത്ത ചില നേട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ലോകത്ത് സ്ത്രീകൾ രാഷ്ട്രീയമായി തുല്യത നേടുന്നത്, പൗരത്വത്തിൽ സ്ത്രീകൾക്ക് തുല്യത കിട്ടുന്നത്
റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും പല സ്ഥിരക്കണക്കുകളും വലിയ പുസ്തകങ്ങൾ അന്വേഷിച്ച് പോകണ്ട. ഇപ്പം സ്ത്രീകൾക്ക് വോട്ടവകാശം ഓരോ രാജ്യത്ത് ലഭിച്ച വർഷമേത് എന്ന് നമ്മുടെ പ്രൊഫസർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രൊഫസർ ഗൂഗിളിനോട് ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അവിടെ നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യങ്ങളെന്ന് പറയുന്ന അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് പറയുന്ന ഗ്രീസ്, ഇങ്ങനെയുള്ള ഒരുപിടി രാജ്യങ്ങൾ, ലോകത്തെ പ്രധാനപ്പെട്ട മഹാഭൂരിപക്ഷം രാജ്യങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയത് 1917 റഷ്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയതിന് ശേഷം മാത്രമാണ് എന്നത് പരിശോധിക്കുവാൻ കാണാൻ കഴിയും. അപ്പം അവിടുത്തെ പ്രസ്ഥാനം, റഷ്യയിലെ വിപ്ലവ പ്രസ്ഥാനം, ലെനിനെല്ലാം സ്ത്രീ തുല്യതയെക്കുറിച്ച് എടുത്തിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾ, ലോകത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രിയായ ഒരു സ്ത്രീ ആദ്യം വരുന്നത് അലക്സാണ്ടർ കൊളൻഡായി എന്ന സ്ത്രീയാണ്. റഷ്യയിലെ ലെനിൻ്റെ ക്യാബിനറ്റിലാണ്. അവിടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ആ ഫോട്ടോയിൽ ക്യാബിനറ്റ് മെമ്പർമാരുടെ ഫോട്ടോ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി കാണാനൊരു അവസരം എനിക്കുണ്ടായി. ഇത്തരത്തിൽ ഇപ്പം മാർക്സ് എബ്രഹാം ലിങ്കണ് കത്തയച്ചതിനെ കുറിച്ച് പറഞ്ഞു. 1864 രണ്ടാമത് പ്രസിഡൻ്റായിട്ട് എബ്രഹാം ലിങ്കൺ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന് വേണ്ടി മാർക്സ് കത്തയക്കുന്നത്, എബ്രഹാം ലിങ്കൺ അഡ്രസ്സ് ചെയ്തിട്ട്. അത് അവിടുത്തെ ഗവൺമെൻറ്റിൽ വലിയ ചർച്ചയായി. ഇത് എന്താണ്, ഇതിനോട് പ്രതികരിക്കണോ, മറുപടി അയക്കണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയായി. പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ നിർവചനം എബ്രഹാം ലിങ്കൻ്റെതാണ്, അല്ലേ? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഇങ്ങനെ ജനാധിപത്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ എന്നുള്ള നിർവചനം എബ്രഹാം ലിങ്കൺ നൽകുമ്പോൾ ഈ പീപ്പിൾ എന്ന നിർവചനത്തിൽ അമേരിക്കയിലെ സ്ത്രീകളില്ല. കാര്യം അന്ന് അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. ആണുങ്ങൾക്ക് വേണ്ടിയുള്ള, ആണുങ്ങളാൽ എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത്, പീപ്പിൾ എന്നല്ല പറയേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ചരിത്രമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ സ്ത്രീകളുടെ തുല്യത, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് പാലിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേട്ടങ്ങളുണ്ടെങ്കിലും വേണ്ട തോതിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന സ്വയം വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ നടത്തുകയാണ്. നന്ദി സഖാവേ. ഞാൻ മാഷിൻ്റെ കുറച്ചു കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നിൻ്റെ തുടർച്ചയിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. ഇന്ത്യയുടെ ഒരു പൊതു രാഷ്ട്രീയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കാൻ അങ്ങനെയാണെങ്കിൽ ഹിന്ദുത്വയെ, വലതുപക്ഷ രാഷ്ട്രീയത്തെ, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഒരു കേരള മോഡൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കേരള മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും അത് എക്കോണമിയുമായി ബന്ധപ്പെട്ട കൾച്ചറിൽ നമുക്കൊരു കേരള മോഡൽ രൂപീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കാണാം? അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യം എന്താണ്? ഹിന്ദുത്വയെ തടയിടാൻ ഒരു കേരള മോഡൽ ഉണ്ടോ? വാസ്തവത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ആലോചിച്ച് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. എങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയ്ക്ക് ഞാൻ ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിന് അതിനൊരു സവിശേഷ അടിസ്ഥാനമുണ്ട് ഒരു നിലയ്ക്ക്. അത് കേരളീയ നവോത്ഥാനത്തിൻ്റെ വളരെ മൗലികമായ ഒരു സവിശേഷതയാണ്. കേരളീയ നവോത്ഥാനം അഖിലേന്ത്യാ തലത്തിലുള്ള നവോത്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ ജാതിവിരുദ്ധമായ ഊന്നലിലാണ്. നാരായണ ഗുരുവിലാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഗുരുവിന് മുമ്പാണെങ്കിൽ പല ശ്രമങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ പറയാവുന്നത് മാറുമറയ്ക്കൽ കലാപമാണ്. ചാന്നാർ ലഹള എന്നൊക്കെ വിളിക്കപ്പെടുന്ന മാറുമറയ്ക്കൽ കലാപം മുതൽ ജാതീയമായ അധികാര മൂല്യ വ്യവസ്ഥക്കെതിരായ സമരത്തിലൂടെയാണ് കേരള ആധുനികമായത്. അതിൻ്റെ ഒരു കാരണം പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒരാധുനിക സമൂഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും പ്രധാനം മനുഷ്യർ തുല്യരാണെന്നുള്ളതാണ്. ഓൾ മെൻ ആർ ഈക്വൽ എന്നതാണ്. ഇതിനെ അസാധ്യമാക്കുന്ന ഒരു ഘടകമായി ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സംവിധാനം ജാതിയാണ്. ജാതി മനുഷ്യർ തുല്യരല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ജാതി വിരുദ്ധത എന്ന് പറയുന്നത് വെറും ജാതി വിരുദ്ധത മാത്രമല്ല, അത് ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന് പകരം മതപരിഷ്കരണപരമായ ശ്രമങ്ങളിലൂന്നിയാണ് ബ്രഹ്മസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം തുടങ്ങിയ പരിപാടികളൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നത്. ഞാനതൊരു
കുറ്റമായിട്ട് പറയല്ല, പരിമിതിയുണ്ടതിന്. കേരളത്തിൽ പക്ഷേ മതപരിഷ്കരണം എന്ന് പറയാൻ ഇപ്പോൾ ആഗമാനന്ദ സ്വാമികളോ അങ്ങനെ ചിലരൊക്കെ ചുരുക്കം പേർ ശ്രമിച്ചു എന്നല്ലാതെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ത്രസ്റ്റ് ജാത്യാചാരങ്ങൾക്കെതിരാണ്. അത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും പിന്നാലെ വന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഒക്കെ നൽകിയ ഒരു സവിശേഷമായ ഉള്ളടക്കമുണ്ട്. പക്ഷേ ആ ഉള്ളടക്കത്തെ നമുക്ക് തുടർന്ന് വികസിപ്പിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് നേരത്തെ പറഞ്ഞ ആ പ്രശ്നമായിട്ട് വരും. കാരണം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉമാ ചക്രവർത്തിയൊക്കെ പറയുന്നത് പോലെ ബ്രാഹ്മണ്യം ഒരു കേവല ബ്രാഹ്മണ്യമല്ല. ഇപ്പം നമ്മുടെ ചർച്ചകളിലൊക്കെ സമീപകാലത്ത് കാണുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 10-ാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണ്യമാണ് ഇപ്പോഴത്തെ ബ്രാഹ്മണ്യം എന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ ബ്രാഹ്മണ്യത്തെ പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം എന്ന നിലയിൽ അതിൻ്റെ പുതിയ രൂപത്തിലും സന്ദർഭത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കുടുംബഘടന, നമ്മുടെ സാമൂഹ്യ മൂല്യസങ്കല്പങ്ങൾ, സൗന്ദര്യ വിചാരം, സദാചാര പദ്ധതി, ഇതിലൊക്കെ പടരുന്ന മറ്റൊരു തരത്തിലുള്ളൊരു മൂല്യമണ്ഡലമുണ്ട്. ആ മൂല്യമണ്ഡലത്തെ പ്രതിരോധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന മൂലധനം. ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന മൂലധനം അവരുടെ രാഷ്ട്രീയ വിജയമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മഹാസഭയ്ക്ക് എല്ലാവർക്കും കൂടി 4 സീറ്റേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം 2 സീറ്റേ ഉള്ളൂ. ആ 2 സീറ്റുള്ള 84-ൽ നിന്ന് 200 സീറ്റുള്ള ഭരണാധികാര കക്ഷിയാകാനായിട്ട് 30 കൊല്ലേ വേണ്ടി വന്നുള്ളൂ. അത് പൊടുന്നനെ പൊട്ടി മുളച്ചതല്ല, ഈ 30 കൊല്ലം കൊണ്ട് ഉണ്ടായതല്ല. 19-ാം നൂറ്റാണ്ട് അവസാനം ദേശീയത എന്ന ആശയം രൂപപ്പെട്ടപ്പം മുതൽ ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന് വേരുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായി പരാജയപ്പെട്ടാലൊന്നും ഹിന്ദുത്വം ഇല്ലാണ്ടാവില്ല. അതിന് മറ്റൊരു കൾച്ചറലായ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കി അതിന് ഇന്ത്യൻ ജനതയുടെ ബോധത്തിലെത്തിക്കണം. വാസ്തവത്തിൽ അംബേദ്കറുടെ അവസാന ഘട്ടത്തിലെ ശ്രമത്തിൽ ആ ഒരു എലമെൻറ്റും കൂടിയുണ്ട്, ഒരു കൗണ്ടർ കൾച്ചറൽ ട്രഡീഷൻ ഉണ്ടാക്കാൻ. അത്തരത്തിലൊരു ശ്രമത്തിലേക്ക് നീങ്ങാൻ നമുക്ക് വേണ്ട അളവിൽ കഴിഞ്ഞില്ല എന്നൊരു തോന്നലാണ് ഒരു ഇടതുപക്ഷ ഭാവനയുടെ ഒരു അടിസ്ഥാന പ്രശ്നം. പൊതുവിൽ ഈ ആധുനികതയുടെ എന്താ പറയുക യുക്തികൾ, ജ്ഞാനോദയ യുക്തികൾ, അതായത് യുക്തിബോധം, ശാസ്ത്രബോധം, നീതി, സാമൂഹ്യ നീതി സങ്കല്പം എന്നതെല്ലാം പ്രധാനമാണ്. പക്ഷേ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു സാംസ്കാരിക ആധാരം വേണം. ആ സാംസ്കാരിക ആധാരത്തെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്ട് ശൂന്യമായിട്ട് നിൽക്കുകയാണ്. ആ ശൂന്യസ്ഥലം ഇപ്പോഴും ഓക്യുപ്പൈ ചെയ്യുന്നത് ഹിന്ദുത്വവാദികളുമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും അവർ പോവില്ല. ഞങ്ങളുടെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന പണിക്കർ മാഷ് എപ്പോഴും പറയുന്ന ഒരു ഫലിതമുണ്ട്, നിങ്ങൾ ഈ വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാം എന്ന് കരുതരുത്, ജാഥയിലും വേണ്ടത്ര വർഗീയവാദികൾ ഉണ്ടായിരിക്കുന്നതാണ് പുള്ളി പറയാറ്. അത് അവർ വർഗീയവാദിയാണെന്ന് സ്വയം ധരിച്ചിട്ടല്ല, അവരുടെ ആശയബോധത്തിൽ വർഗീയതയ്ക്ക് വേരുണ്ട് എന്നുള്ളതാണ്. ആ വേരിനെ തൊടാൻ പാകത്തിനുള്ള ഒരു കൗണ്ടർ കൾച്ചറൽ ട്രഡീഷൻ രൂപപ്പെടുത്താൻ കഴിയാതെ പോയി ഇന്ത്യൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് എന്ന് പൊതുവിൽ പറയാം. അത് ഹിന്ദുത്വത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ആധാരമാണ്. അപ്പം അങ്ങനെ ഞാൻ കരുതുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്ലൂരാലിറ്റിയെ ജനങ്ങളുടെ അനുഭവമൂല്യമാക്കി മാറ്റുന്ന ഒരു മഹാപ്രസ്ഥാനം വികസിച്ചു വരണം. ഓരോ തലത്തിലും, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, സംഗീതത്തിൽ, വാസ്തുശില്പത്തിൽ, നമ്മുടെ എല്ലാ പ്രതലത്തിലും, നരവംശത്തിൽ, എല്ലാറ്റിലും കലർപ്പുകൾ, പങ്കുവയ്പ്പുകളുണ്ട്. ഇത് മനുഷ്യർ അനുഭവിച്ചറിയണം. ആ അനുഭവ മൂല്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വർഗീയതക്കെതിരായ ഒരു സാംസ്കാരിക അടിസ്ഥാനം. ഇപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നൊരു ഒബ്സർവേഷൻ, നമ്മുടെ കളം വരയ്ക്കുന്നതിലെ രേഖാ സമ്പ്രദായം പേർഷ്യൻ ചിത്രകലയിൽ നിന്ന് വികസിച്ചു വന്നതാണ് എന്ന് കേസരി നിരീക്ഷിക്കുന്നുണ്ട്. എന്തൊരു വലിയ കാര്യമാണ്! ഭദ്രാളിയുടെ കളം വരയ്ക്കുന്ന സമയത്ത് പ്രാചീന പേർഷ്യൻ കലയാണത് എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിന്ന നിപ്പിൽ ഇൻ്റർനാഷണലാവും. അല്ലാതെ നിങ്ങൾ പാരീസിലേക്കൊന്നും പോകണ്ട, വീട്ടുമുറ്റത്താ ഇൻ്റർനാഷണൽ ആവുക. നമ്മൾ പ്ലൂരലാണ് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയണം. ആ അനുഭവ മൂല്യത്തെ സൃഷ്ടിക്കുന്ന ഒരു വലിയ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം ഏറ്റെടുത്താലാണ് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു 2-3 മിനിറ്റുള്ള ഒരു റൗണ്ട് കൂടി നമുക്ക് പോകാൻ തോന്നുന്നു. 6 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിക്കാം, ഒരു ഭൂതകാല രതിയല്ല എങ്കിലും 1-ാം തലമുറ കമ്മ്യൂണിസ്റ്റുകൾക്ക്, മാർക്സിസ്റ്റുകൾക്ക്, നമ്മളിവിടെ പറഞ്ഞ പേരുകളിൽ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ, അത് EMS ആവട്ടെ, PG ആവട്ടെ, ദാമോദരനാവട്ടെ, ഇവർക്കൊക്കെ നമ്മുടെ വ്യവഹാരത്തെ, ഡിസ്കോഴ്സിനെ ചലിപ്പിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുബുദ്ധിജീവി കൂടി ആയിരുന്നു അവർ പലരും. പക്ഷെ നമ്മുടെ ഒരു സമീപകാല രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആശയങ്ങളെ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു ഇൻ്റലക്ച്വൽ സ്വഭാവം നമ്മുടെ സംഘാടന നേതൃത്വത്തിന് പലപ്പോഴും കൈമോശം വരുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊരു വഴിക്കും ഈ വിചാരം എന്ന് പറയുന്നത് മറ്റൊരു വഴിക്കുമായി പോകുന്നതായിട്ട് സഹോദരന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്നൊരു ചോദ്യം. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മുൻ ചോദ്യത്തിന്
എൻ്റെ സുഹൃത്ത് സുനിൽ പറഞ്ഞ പോലെ ആലോചിച്ച് പ്രതികരിക്കേണ്ട ഒരു ചോദ്യമാണിത്. എന്നാൽ പെട്ടെന്ന് പറയാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ EMSും PGയും അതെങ്കിൽ കെ ദാമോദരനും അങ്ങനെ ഒരു തലമുറ അവർ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. സ്വാതന്ത്ര്യസമരം നവോത്ഥാനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ അവർക്ക് ഇടപെടാൻ കഴിഞ്ഞു. ഇത് നമ്മൾ നിൽക്കുന്നത് അതുപോലൊരു സംക്രമണത്തിൻ്റെയോ പരിവർത്തനത്തിൻ്റെയോ ദശാസന്ധിയിലല്ല. അത്തരം ദശാസന്ധികളാണ് അതുപോലുള്ള നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറവ്, ഈ കാലഘട്ടത്തിൻ്റെ പോരായ്മകൾ, ഈ കാലഘട്ടത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ നേതൃത്വത്തിൻ്റെ അഭാവം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ വിധത്തിൽ ഇടപെടാനും ദിശാസൂചനകൾ നൽകാനും അതിനെ നയിക്കാനും പറ്റുന്ന ആളുകൾ വേണ്ടത്ര ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര കഴിവുകളോട് കൂടിയിട്ടുള്ളവർ ആളുകളിപ്പോൾ ഉണ്ട്. പക്ഷേ മറ്റൊരു ആളുമായിട്ട് ഇപ്പം ജനകീയ സമരത്തിന് ഇപ്പോൾ AKG എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ AKG എവിടെ എത്തുമ്പോൾ AKG ആണ് എത്തുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിയാണ് AKG ഉണ്ടായത്. ആ AKG എത്തുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അപ്പം അത് കാലഘട്ടവും ആ കാലഘട്ടത്തോട് പ്രതികരിച്ചുകൊണ്ട് ചില നേതൃത്വം വളർന്നു വരണം. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ വൃന്ദാക്കാരായിട്ട് ഏതാണ്ട് ആ ഒരു പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ ഒരു ഉയർന്ന നേതൃത്വമായിട്ട് വന്നു. ബുൾഡോസറുകൾ നീങ്ങുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ സമൃദ്ധി ഉള്ള, പക്ഷേ ഇടപെടലുണ്ടായത് വൃന്ദാക്കാരാട്ടിൻ്റെ ഭാഗത്ത് നിന്നാണെന്നുള്ള അറിയാം. ആര് ചെന്നാലും ഇടപെടാൻ പറ്റില്ല, വൃന്ദാക്കാരാട്ടായതുകൊണ്ടാണ്. അപ്പം ഈ ചോദ്യം പ്രസക്തമാണ്. പുരോഗമന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ആലോചിക്കേണ്ടതാണ് അത്തരത്തിലുള്ള നേതൃത്വം വളർന്നു വരുന്നതിൽ ഇന്നുള്ള ഡെഫിസിറ്റ്, ഇന്നുള്ള കമ്മി എന്തുകൊണ്ടാണ്, അത് പരിഹരിക്കാൻ എങ്ങനെ ശ്രമിക്കണം. അത് കൃത്രിമമായി അങ്ങനെ ഒരു നേതൃത്വത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക. നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഉന്നയിച്ചത്. പക്ഷേ 2 മിനിറ്റ്, ഇതേ ചോദ്യമാണ് ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ. ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ നിലയിൽ നമ്മൾ വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നുണ്ടോ? അപ്പോൾ ആധുനികതയാണല്ലോ നമ്മുടെ കീവേഡ്. അപ്പോൾ വർത്തമാന സമൂഹം, കേരളീയ സമൂഹം വലതുപക്ഷവൽക്കരണത്തിൻ്റെ പരകോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാഷ് തോന്നുന്നുണ്ടോ ഇലക്ഷൻ റിസൾട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ? അല്ലേ, വലതുപക്ഷവൽക്കരണം കേരളത്തിലെന്നല്ല ലോകത്തെ എല്ലായിടത്തും ഇന്ന് ഒരു പ്രവണത എന്നുള്ള നിലയ്ക്ക് ശക്തിപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂടെ പശ്ചാത്തലത്തിൽ. കാരണം 29 ആഗോള സാമ്പത്തിക തകർച്ചയിൽ നിന്നാണ് ഫാസിസം വന്നത്. അതുപോലെ 2008 സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നാലെ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും അതിതീവ്ര വലതുപക്ഷം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതൊരു ഇന്റർനാഷണൽ ആയ ഒരു തലത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ കേരളം അപ്പാടെ വലതുപക്ഷവൽക്കരണത്തിലേക്ക് പോയി കഴിഞ്ഞു, അതിൻ്റെ പരമകോടിയിലെത്തി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. നിശ്ചയമായിട്ടും അങ്ങനെയല്ല. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇടതുപക്ഷപരമായ ജീവിത വീക്ഷണങ്ങൾ, മൂല്യങ്ങളൊക്കെ കേരളത്തിലുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഇടതുപക്ഷമായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളോട് തന്നെ സമരം ചെയ്യണം. ഇന്ന് വലതുപക്ഷം ആവാനായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഇരിക്കുന്ന ഇരിപ്പിൻ്റെ പേരാ വലതുപക്ഷം. വെറുതെ ഇരുന്നാൽ മതി. ആ സമയത്ത് നിങ്ങൾ വലതുപക്ഷത്തായിരിക്കും. കാരണം ലോകബോധം നിങ്ങളെ വലതുപക്ഷത്തേക്ക് ഓരോ നിമിഷവും, അതായത് ഗൗരവത്തോടെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ട, മറിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആരാണ് ശരിയെന്ന് തീർപ്പ് കൽപ്പിച്ചാൽ മതി എന്നുള്ള നമ്മുടെ ചാനൽ ചർച്ചയടക്കം വലതുപക്ഷ യുക്തിയാണ്. ഒരു സംശയവും വേണ്ട. കാരണം ഒരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ പര്യാപ്തമല്ലാത്ത വെറും താർക്കിക ബുദ്ധി എന്ന് പറയുന്നത് വലതുപക്ഷത്തിൻ്റെ അജണ്ടയാണ്. അങ്ങനെ വലതുപക്ഷ അജണ്ടകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇടതുപക്ഷ വീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. വലിയ പ്രയാസമാണ്. മുമ്പുണ്ടായിരുന്ന പോലെ ഒരു സാമൂഹ്യ പിന്തുണ അതിന് കിട്ടില്ല. മാധ്യമങ്ങൾ അപ്പാടെ തന്നെ വലതുപക്ഷ യുക്തിയിലാണ്. മതങ്ങൾ അതിതീവ്രമായി അതിൻ്റെ ഉള്ളിലെ നവോത്ഥാന മൂല്യങ്ങളെ ഒക്കെ വിട്ട് മതങ്ങൾ അതിതീവ്രമായി വലതുപക്ഷ യുക്തിയിലാണ്. സ്ത്രീവിരുദ്ധത പരമാവധിയിലാണ്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും വലതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൻ്റെ പ്രതിസന്ധി കേരളത്തിലുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് കേരളത്തിൻ്റെ ചരിത്രപരമായ ബലം അതിനെയൊക്കെ മറികടക്കാൻ ഇപ്പോഴും ബലം അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈ
ഗ്രാംഷി പറയുന്ന ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗ്രാംഷിയുടെ പത്രത്തിന്റെ മോട്ടോ ഇതായിരുന്നു, പെസിമിസം ഓഫ് ദി ഇന്റലക്ട് ആൻഡ് ഒപ്റ്റിമിസം ഓഫ് ദ വിൽ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇച്ഛയുടെ ശുഭാപ്തിബോധം പ്രധാനമാണ്. സൈദ്ധാന്തികമായിട്ട് ആലോചിച്ചാൽ കുഴഞ്ഞു പോകും. പക്ഷേ നമ്മൾ സമരം ചെയ്ത് ഇതിനെ മാറ്റുമെന്ന് കരുതണം. അത് കേരളത്തിൻ്റെ വലതുപക്ഷവൽക്കരണത്തിനെതിരായ സമരത്തിലും നമ്മൾ ആ വിശ്വാസം വച്ച് ഉറപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, നമ്മുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. അത് പൊതുചർച്ചയ്ക്കായി മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് ഇവരോട് ഉന്നയിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞാൽ കൂടുതൽ സംശയങ്ങൾ നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. നമസ്കാരം. നമ്മൾ സ്വാതന്ത്ര്യം നേടി 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ വളരെ ആധുനികതയിലെത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ജാതീയത വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിലുള്ള വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. അക്രമങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് വളരെ ശക്തമായിട്ട് നടക്കാനുള്ള കാരണം? അതിനെന്തെങ്കിലും ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇത്തരത്തിലൊരു ദയനീയ അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇന്ത്യയിൽ പൊതുവിലുണ്ട്. അതിന് കാരണം 1947 നമുക്ക് സ്വാതന്ത്ര്യം നേടാനും കഴിഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇവിടുന്ന് ഓടിക്കാൻ കഴിഞ്ഞു. പക്ഷേ റിപ്പബ്ലിക്കൻ ഭരണഘടന നമ്മൾ 1949 നവംബറിൽ അംഗീകരിച്ചു, അംബേദ്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അതിലും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് വലിയ തോതിൽ. നീതി, സാമൂഹ്യനീതിയെക്കുറിച്ചുണ്ട്, സാമ്പത്തിക നീതിയെക്കുറിച്ചുണ്ട്. പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഭരണഘടനയിലെ മഹത്തായ ആശയങ്ങൾ, തുല്യതയെ സംബന്ധിച്ച ആശയങ്ങൾ, ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ഇക്കാലം അത്രയും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നല്ല മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ശക്തമായ പൊതുമേഖല ഇപ്പോൾ വിറ്റുതുലച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു പൊതുമേഖലയുണ്ടായി, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി, IIT പോലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മളെത്തി, കാർഷിക മേഖലയിൽ. അങ്ങനെ പലതും പറയാൻ പറ്റും. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൂടി നടപ്പാക്കപ്പെട്ടതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള സംവരണം പിന്നോക്ക വിഭാഗത്തിൽ കൂടിയായി. അതിലൂടെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞ പലരുമുണ്ട്. അപ്പം ഇങ്ങനെല്ലാമുള്ള ഗണപരമായ ചില മാറ്റങ്ങൾ, അളവിലുള്ള കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ മഹാഭൂരിപക്ഷവും ഈ പറഞ്ഞ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലുള്ള ദയനീയമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് കൂടുതൽ അർത്ഥവത്തായ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക മാറ്റങ്ങൾ, ഇത് മൂന്നും വേണം. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നേടിയതിനപ്പുറം അത് മറ്റു മേഖലകളിൽ പ്രതിഫലിച്ചിട്ടില്ല. ഭരണഘടനാ സഭയിൽ അംബേദ്കർ നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. നമ്മൾ വോട്ടിൻ്റെ കാര്യത്തിൽ തുല്യനീതി ആയി, ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, അവിടെ ജനാധിപത്യം വന്നു. എന്നാൽ സാമൂഹ്യമായും സാമ്പത്തികമായും തുല്യത ഉണ്ടായിട്ടില്ല. ആ തുല്യത കൈവരിക്കാൻ നമ്മൾ അതിവേഗം ശ്രമിച്ചില്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന അസമത്വങ്ങൾ നമ്മൾ ഈ കെട്ടിപ്പൊക്കിയ സൗധം മുഴുവൻ ഇടിഞ്ഞു തകർന്നു പോകാൻ ഇടവരുത്തും എന്ന് പറഞ്ഞിട്ടുള്ള അംബേദ്കറുടെ ഒരു ദീർഘദർശനം അടങ്ങുന്ന ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ ഭാഗത്തോടല്ല, ഈ ഭാഗത്തോട് പൂർണ്ണ യോജിപ്പാണ്. കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിമർശിച്ചിട്ട് പിന്നീട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ വിമർശന അതീതരാണെന്നൊന്നും കരുതിയത് കൊണ്ടല്ല. പോട്ടെ. അപ്പം ആ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പം അത് പറഞ്ഞ് ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അതിനകത്ത് വിമർശിക്കുന്നുണ്ടെന്നുള്ള അദ്ദേഹം മറന്നുപോയെന്ന് ഇത് വായിച്ചതല്ലേ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് വായിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം സുഹൃത്ത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിദയനീയമാണ് പല സ്ഥലത്തെയും സ്ഥിതി. ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ടവർ, ഒരു 83 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുത്തേ പറ്റൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ സമ്മതിക്കേണ്ട ദയനീയാവസ്ഥയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ സ്ഥിതി. സാമൂഹ്യമായ അടിച്ചമർത്തലിൻ്റെ കാര്യം പറയണ്ട. രോഹിത് വേമുലയുടെ ഇപ്പോൾ IIT-കളിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന, അതൊക്കെ ഓർത്ത് നമ്മൾ മൗനം അവലംബിച്ചാൽ നമുക്ക് സംസാരിക്കാൻ നേരം കിട്ടില്ല. അത്ര കൂടുതൽ ആളുകൾ ഇപ്പം ഇത് പറയുമ്പോൾ അവമാനിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന സ്ത്രീത്വമുണ്ട്. കുഞ്ഞുങ്ങളെ വരെ വെറുതെ വിടുന്നില്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അതുകൊണ്ട് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾ, പോരാട്ടങ്ങൾ
പരിവർത്തനത്തിന് വേണ്ടി പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള ഇടപെടലുകൾ നമ്മളെല്ലാം ഒത്തുചേർന്ന് ഏറ്റെടുക്കേണ്ടതുണ്ട്. അടുത്തൊരു ചോദ്യം, മാർക്സിസവും കേരളീയാധുനികതയും എന്നതാണ് വിഷയം. ഇപ്പോൾ സമകാലീന കേരളീയ സമൂഹത്തെ മുൻനിർത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മാർക്സിസത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ ദുർബലപ്പെടുത്താനുള്ള ഉത്തരാധുനികതയുടെയും അതിന് ചുവട് പിടിച്ചുകൊണ്ടുള്ള സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും സ്വാധീനം എന്നതിനെ നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇപ്പം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ചില ജാതി പ്രസ്ഥാനങ്ങൾ, ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സ്വാധീനം അത് ആ നിലയിൽ തന്നെ പറയുകയാണ്. അപ്പോൾ ഈ വെല്ലുവിളിയെ ഏതു നിലയിലാണ് കേരളത്തിൻ്റെ ഈ നമ്മൾ നേടിയെടുത്ത ആധുനികതയെ തകർക്കുന്ന നിലയിൽ ഈ ഇടപെടലിനെ മറികടക്കാനുള്ള ഒരു ശ്രമത്തെയും കൂടി നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമാക്കി നാം പറയേണ്ടതല്ലേ? അതുകൂടി ഇന്നത്തെ കേരളീയ ആധുനികത എന്ന വിഷയത്തെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ അതുകൂടി ചർച്ചയാകേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു എളിയ ചോദ്യം. അല്ല, നിശ്ചയമായിട്ടും. കാരണം ഈ സ്വത്വരാഷ്ട്രീയത്തെ, അതിനകത്ത് ഒരു കാര്യം, ഈ സ്വത്വരാഷ്ട്രീയം എന്നതിനെ നമ്മളൊരു വളരെ സാമാന്യമായ നിലയിൽ കാണുന്നതിന് പകരം അതിൽ കുറച്ച് സൂക്ഷ്മതയോടെ കാണേണ്ടതുണ്ട്. അതായത് സ്വത്വപരമായ പ്രശ്നങ്ങളെയും സ്വത്വവാദ രാഷ്ട്രീയത്തെയും നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ജാതിമർദ്ദനം അനുഭവിക്കുന്ന ഒരു വിഭാഗം, ലിംഗപദവിപരമായി മർദ്ദനം അനുഭവിക്കുന്ന സ്ത്രീകൾ, ആദിവാസി സമൂഹം, ഇവരെല്ലാം മർദ്ദിതാവസ്ഥയിൽ ചെന്ന് പെടുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ചില അടിസ്ഥാന സ്വഭാവത്തോട് ബന്ധപ്പെട്ടാണ്. ജാതിയാണ് കാരണം, ലിംഗപദവിയാണ് കാരണം. അങ്ങനെ വരുമ്പോൾ സ്വത്വപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വത്വ പദവി എന്നുള്ളതും അവരുടെ മർദ്ദിതാവസ്ഥയ്ക്ക് പിന്നിലുണ്ട്. ഇത് തിരിച്ചറിയാതെ സ്വത്വത്തെക്കുറിച്ചുള്ള ഏതാലോചനയും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം സ്വത്വ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വത്വപരമായ പ്രശ്നങ്ങളെ മുൻനിർത്തി മാത്രമാണ് സാമൂഹിക സംഘാടനം. ഏത് മർദ്ദിതാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണോ ഉള്ളത്, അതേ മർദ്ദിതാവസ്ഥയിലുള്ള ആളുകൾ മാത്രം ചേരുന്ന ഒരു ഐക്യമാണ് സാധ്യമാവുക. മറ്റൊരു തരത്തിലുള്ള സാമൂഹിക ഐക്യവും സാധ്യമാകില്ല എന്ന നിലപാട് വിഭാഗീയമായ നിലപാടാണ്. ഞാനപ്പോൾ പറഞ്ഞത് വ്യക്തമാണെന്ന് കരുതുന്നത്. സ്വത്വപരമായ പ്രശ്നങ്ങളെ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ വിഭാഗീയ യുക്തിക്ക് അപ്പുറം കാണാനായിട്ട് നമുക്ക് പറ്റണം. അതേസമയം സ്വത്വ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാലത്തും എനിക്ക് സംശയം ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണത്. തുടക്കം മുതൽ അതിനോട് ഏറ്റുമുട്ടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന നിലപാട് സാമൂഹ്യ വിഭജനത്തിൻ്റെതാണ്, അതല്ലാതെ സാമൂഹിക ഏകീകരണത്തിൻ്റെത്. നോക്കൂ, മനുഷ്യരെന്ന നിലയ്ക്ക് സാമാന്യമായ ഒരു ഷെയറിങ് സ്പേസ് നാം നിലനിർത്തിയില്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നത്തോട് നമുക്ക് ഐക്യപ്പെടാൻ പറ്റില്ല. നിങ്ങളെ മാനുഷികമാക്കുന്ന ഘടകം എന്താണ്? മറ്റൊരു അപരത്തിൻ്റെ വേദനയോട് ഐക്യപ്പെടാനുള്ള നിങ്ങളുടെ ശേഷിയാണ്. അതുകൊണ്ട് സനൽമോഹൻ ഞങ്ങളുടെ സർവകലാശാലയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ച വാക്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ മനുഷ്യൻ എന്നുള്ളൊരു സാമാന്യതയെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിൽക്കാൻ പറ്റില്ല. കാരണം നീതി എന്ന് പറയുന്നതിന് ഒരു ലാർജർ ഹൊറൈസണാണ്. അത് അപ്പം ഉണ്ടാവുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ആ ഹൊറൈസനെ നിങ്ങൾ നിലനിർത്തണം. അത് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ പരിഗണനയിൽ ഇല്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ലോകത്തിപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഹിന്ദു സ്വത്വം എന്ന് പറഞ്ഞിട്ടാണല്ലോ വർഗീയത പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആവിഷ്കാരം ഏതാണ്? അത് ഹിന്ദുത്വമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അല്ലാതെ നമ്മൾ ഈ പൊട്ടും പൊടിയായിട്ട് അവിടെ ഇവിടെയും കാണുന്നവരൊന്നുമല്ല. അതിൻ്റെ ഭീമാകാരമായ രൂപമാണ് ഇന്ന് ഇന്ത്യ വിഴുങ്ങിയിട്ടുള്ളത്. ലോകത്തെ പല രാഷ്ട്രങ്ങളെയും ഈ മതസ്വത്വവാദവും സ്വത്വരാഷ്ട്രീയത്തിൻ്റെ പല രൂപങ്ങളും വിഴുങ്ങിയിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായി ഇടതുപക്ഷ വിരുദ്ധാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് മാനുഷികമായ സാഹോദര്യത്തെ ഉൾക്കൊള്ളുന്നതിന് പരിമിതി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സ്വത്വ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനെ നാം വ്യത്യസ്തമായിട്ട് കാണണം. ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യണം. അത് ഒരു സ്വത്വ വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല. അതായത് സ്ത്രീയുടെ നീതി എന്ന് പറയുന്നത് സ്ത്രീ പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ജാതിമർദ്ദനത്തിനെതിരെ നിൽക്കുക എന്നുള്ളത് ജാതിമർദ്ദനത്തിന് ഇരയായ മനുഷ്യരുടെ സവിശേഷ ഉത്തരവാദിത്വമൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാകുന്ന വലിയ പ്രക്രിയയിലേക്ക് ഈ പ്രശ്നങ്ങളുടെ തിരിച്ചറിവ് നമ്മെ എത്തിക്കണം. അല്ലാതെ മർദ്ദിതരായ ഒരു കൂട്ടം ആളുകൾ അവരൊരുമിച്ച് ചേർന്ന് മർദ്ദിതാവസ്ഥയ്ക്കെതിരെ അവർ മാത്രം സമരം ചെയ്ത് ബാക്കി എല്ലാവരും ശത്രുക്കളാണ് എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നത് ഒട്ടുമേ ഗുണകരമെന്നല്ല, നിഷേധാത്മകമാണ്, വലതുപക്ഷ രാഷ്ട്രീയ യുക്തിയാണ്. കേരളത്തിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചേ പറ്റൂ. പിന്നെ എത്രയോ ആ
ആക്രമണങ്ങൾ ആ നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷം നേരിട്ടതാണ്. അതുകൊണ്ട് ഇതിനെയും നേരിടാനൊന്നും പറ്റാതെയൊന്നും ഇരിക്കുന്നു ഞാൻ കരുതുന്നില്ല. കാരണം ഇതിന് എന്തു പറഞ്ഞാലും ദീർഘകാലത്തെ ചരിത്ര ജീവിതവും കോടിക്കണക്കിന് മനുഷ്യരുടെ സമർപ്പണവും ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ. അതിൻ്റെ ബലം അത്ര ചെറുതൊന്നുമല്ല. അതങ്ങനെ ഒരു ദിവസത്തെ ക്യാമ്പയിൻ കൊണ്ടൊന്നും റദ്ദായി പോകില്ല. അത് ക്യാമ്പയിനുമായിട്ട് വീട്ടിലിരിക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രശ്നമാണ്. അത് മാറിക്കോളും. സഖാവെ, നമ്മൾ വലതുപക്ഷ യുക്തിവാദ സംഘടനകൾ, ഗ്ലോബലൈസൻസ് പോലെയുള്ള സംഘടനകൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് മാർക്സിസം കാലഹരണപ്പെട്ടു. അതിനവർ പറയുന്നത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരു രാജ്യമില്ല എന്നും നമ്മൾ അതിനുവേണ്ടി ഒരുപാട് കൊന്നൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള യുക്തിവാദ സംഘടനക്ക് സഖാവിന് എന്താ മറുപടി കൊടുക്കാനുള്ളത്? അല്ല, അതില് പിന്നെ ഈ മാർക്സം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നവര് ലെനിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാക്കുണ്ട്, വി ഡോണ്ട് റിഗാർഡ് മാർക്സസ് തിയറി ആസ് കംപ്ലീറ്റഡ് ഓർ ഇൻവയലബിൾ, ഇറ്റ് ഹാസ് ഓൺലി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ സയൻസ് എന്ന് പറഞ്ഞ് പോവുകയാണ്. മാർക്സോ ലെനിനോ മറ്റാരുമോ ഇതിൻ്റെ നിരന്തരം ഐസക് ന്യൂട്ടൺ ശാസ്ത്രത്തിൻ്റെ എല്ലാം കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റൂ. അതിനുശേഷം ശാസ്ത്രം അതുപോലുള്ളൊരു ശാസ്ത്രമാണ് മാർക്സിസം. അതുകൊണ്ട് കാലഹരണപ്പെട്ടിട്ടില്ല. അതിന് തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തി അത് തിരുത്തിയാൽ മാർക്സിസവും സമത്വപൂർണമായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ കൂടുതൽ ഇത് മനസ്സിലാക്കാൻ ടെറി ഈഗിൾട്ടൻ്റെ എന്തുകൊണ്ട് മാർക്സ് ശരിയായിരുന്നു എന്ന പുസ്തകം കൂടി വായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ല, അതുകൂടി ഒന്ന് മാഷ് പറഞ്ഞാണല്ലേ ആ ആമുഖം. ഇപ്പം ഈ വ്യവസായ പറഞ്ഞ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഈഗിൾട്ടൺ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈഗിൾട്ടൺ പറയുന്നത് മാർക്സിസം മറ്റിസങ്ങളെ പോലെയല്ല, മാർക്സിസം ചികിത്സകരെ പോലെയാണെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ചികിത്സകൻ്റെ ആഗ്രഹം രോഗികളില്ലാത്ത സമൂഹം ഉണ്ടാകണം, അല്ലാതെ രോഗികൾ പെരുകി വരണം എന്നല്ല. അതുകൊണ്ട് മാർക്സിസം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ആളുകൾ മാർക്സിസ്റ്റുകളാണ്. കാരണം ഇത് മുറിച്ചെടുത്തിട്ട് നാളെ ക്യാമ്പയിനായിട്ട് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ വേറെ തമാശ. ഈഗിൾട്ടൺ പറയുന്നത് മാർക്സിസം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിത്തത്തിൻ്റെ ചൂഷണം അവസാനിക്കുക എന്നുള്ളത്. മുതലാളിത്തത്തിൻ്റെ ചൂഷണം അവസാനിച്ചാൽ മാർക്സിസം അവസാനിക്കും. അല്ലാതെ മുതലാളിത്ത ചൂഷണം നിലനിൽക്കുകയും അതിൻ്റെ വിമർശനാത്മകമായി അതിനെ പ്രതിരോധിക്കുന്ന ലോകമെമ്പാടും 1.5 നൂറ്റാണ്ടായി പല രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസം മാത്രം റദ്ദായി പോവുകയും ചെയ്യാന്നുള്ളത് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് മാർക്സിസം ഒരു ചികിത്സാ രീതിയാണ് എന്ന് ഈഗിൾട്ടൺ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലോർത്താൽ രസമുള്ളൊരു നിരീക്ഷണമാണ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. വളരെ വിപുലമായൊരു ചർച്ചയാണ്, ഇത് തീരുന്നില്ല. ഞാൻ PG തുടങ്ങിയതുകൊണ്ട് PG അവസാനിപ്പിക്കട്ടെ. PG ആത്മകഥ എഴുതിയിട്ടില്ല. PG ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിന് അദ്ദേഹം കൊടുക്കാൻ വെച്ചൊരു ശീർഷകം പശ്ചാത്താപരഹിതനായ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ധൈഷണിക ജീവിതകഥ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് PG അടക്കമുള്ള എത്രയോ സമർപ്പണ ജീവിതങ്ങളുടെ മുകളിൽ കൂടിയും ആണ് കേരളത്തിലെ ആധുനികത സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു തിരിച്ചറിവിൽ അല്ലെങ്കിൽ എന്നൊരു ബോധ്യത്തിൽ ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ വിരമിക്കുന്നു. നന്ദി.